ഹലോ, വെൽക്കം ബാക്ക് ടു അനൂസ് മാജിക് പ്ലേറ്റ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് രണ്ട് കൂട്ടം പലഹാരങ്ങളുമായിട്ടാണ്. ഒരു നൊസ്റ്റാൾജിക് റെസിപ്പിയാണെന്ന് പറയാം. മറ്റൊന്നുമല്ല, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡയമണ്ട് കട്ടും മുട്ടും. ഇതിൻ്റെ രണ്ട് കൂട്ടത്തിൻ്റെയും ടേസ്റ്റ് ഒരുപോലെയാണ്. ഷേപ്പിൻ്റെ കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാവുന്ന രണ്ട് കൂട്ടം പലഹാരങ്ങളാണിവ. വളരെ കുറച്ച് കാര്യങ്ങൾ, വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി ഇത് റെഡിയാക്കി കിട്ടുവാനായിട്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കറുമുറ കുറിക്കാനായിട്ടുള്ള ഡയമണ്ട് കട്ടും മുട്ടും റെഡിയാക്കാം. ഇന്ന് നമ്മൾ രണ്ട് കൂട്ടം പലഹാരമാണ് ഈ മൈദ കൂട്ടിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒന്ന് ഡയമണ്ട് കട്ട്, പിന്നെ മുട്ട്. ഇത് പഴയകാല ഓർമ്മകൾ പുതുക്കുന്ന ഒരു പലഹാരമാണ്. പണ്ടൊക്കെ ചായക്കടകളിൽ മാത്രം കിട്ടുന്നതായിരുന്നു. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ: മൈദ 1/2 കിലോ, പിന്നെ 3 മുട്ട, കുറച്ച് നെയ്യ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, വെള്ളം. ഇത്രയും മതിയാകും. ആദ്യം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 3 മുട്ട ഈ പാത്രത്തിലേക്ക് നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1/2 കിലോ മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നെയ്യാണ്. നെയ്യൊരു 2 ടേബിൾ സ്പൂൺ നിറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ മുട്ടയുടെ മിക്സിലേക്ക് നന്നായിട്ട് ചേർന്ന് കിട്ടണം. ആദ്യം സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയിട്ട് പിന്നെ നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം കുഴച്ചെടുക്കാനായിട്ട്. വെള്ളം കൂടി പോകരുത്, അത് കുറേശ്ശെ വേണം നമ്മൾ ഒഴിക്കാനായിട്ട്. നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. പിന്നെ ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഈ കുഴയ്ക്കുന്ന സമയത്ത് ഏലക്കാപ്പൊടി ഒരു 2 നുള്ള് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ട് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മാവ് കുഴച്ച് വെച്ചിട്ടൊരു 10-15 മിനിറ്റ് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി ഇത് നമുക്കെടുത്തിട്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയ കിച്ചൺ സ്ലാബിലാണ് ഇത് ചെയ്യുന്നത്. അതാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും. 3 വലിയ ഉരുളകളായിട്ട് മാറ്റിയെടുക്കാം. പരത്തുന്നതിന് മുൻപായിട്ട് കുറച്ച് മൈദ ഒന്ന് തൂക്കി കൊടുക്കാം, ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ്. ഇനി നമുക്ക് കനം കുറച്ച് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ കനം കുറച്ച്, ഒത്തിരി കനം കൂടാനും പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല. ഇനി നമുക്ക് ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ചെരിച്ച് ഇതുപോലെ കട്ട് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം. ഡയമണ്ട് ഷേപ്പിൽ കിട്ടണമെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ ചെരിച്ച് ആദ്യം കട്ട് ചെയ്യുന്നു.
പിന്നെ നേരെ താഴോട്ടായിട്ട് ഇതുപോലെ കട്ട് ചെയ്യുന്നു. അപ്പോൾ ഏകദേശം നമുക്ക് ഡയമണ്ട് ഷേപ്പിൽ തന്നെ കിട്ടും. ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അടുത്ത ബോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് ഡയമണ്ട് ഷേപ്പിലാക്കുവാണ്. അത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ലാസ്റ്റത്തെ ബോൾ ഞാൻ മുട്ട ഉണ്ടാക്കുവാനായിട്ട് പരത്തിയെടുക്കുവാണ്. സാധാരണ പരത്തുന്ന പോലെ നന്നായിട്ട് കനം കുറച്ച് പരത്തിയെടുക്കാം. ഇനി മുട്ട ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. സമചതുരത്തിൽ കട്ട് ചെയ്തെടുക്കണം. മുട്ട ഉണ്ടാക്കുവാനായിട്ട് ഒരു സ്ക്വയർ ഷേപ്പ് ഇതുപോലെ എടുത്തിട്ട് കോണുകൾ തമ്മിൽ ഓപ്പോസിറ്റ് കോണുകൾ തമ്മിൽ ഇതുപോലെ മടക്കി പ്രസ് ചെയ്യുക. ഇനി നേരെ താഴോട്ടായിട്ട് മടക്കി കൊടുക്കാം. കോണുകൾ തമ്മിൽ ഇതുപോലെ മടക്കി കൊടുത്ത് പ്രസ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു മുട്ടിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. കോണുകൾ ഇതുപോലെ മടക്കുന്നു, നേരെ താഴോട്ടായിട്ടും മടക്കി കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ മുട്ട ഉണ്ടാക്കിയിട്ട് പ്ലേറ്റിൽ ഇരിക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. കണ്ടില്ലേ? ഇനി ഈ 2 ഐറ്റവും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതിനു വേണ്ടിയിട്ട് ചൂടായ ചീനിച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചത് സൺഫ്ലവർ ഓയിലാണ്. നന്നായിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് വെക്കുക. ഇപ്പം ഞാൻ ഇട്ട് കൊടുത്ത സമയത്ത് തീ അല്പം കൂടിയായിരുന്നു ഇരുന്നത്. അതുകൊണ്ട് ആദ്യം ഇട്ട് കൊടുത്തതൊക്കെ ബ്രൗൺ നിറമായിപ്പോയി. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ കുറച്ച് വെച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. കുറഞ്ഞ തീയിൽ ഇരുന്ന് വേണം അത് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാ വശവും നന്നായിട്ട് ബ്രൗൺ നിറമാകുമ്പോഴത്തേക്കിന് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ എല്ലാം തന്നെ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് തുളയുള്ള പാത്രത്തിലേക്ക് കോരി മാറ്റാവുന്നതാണ്. അങ്ങനെ ഇവിടെ മുട്ട റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഡയമണ്ട് കട്ടും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. തീ കുറച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുത്ത് എല്ലാ വശവും ബ്രൗൺ നിറമാകുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ അതും റെഡിയായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡയമണ്ട് കട്ടും മുട്ടും ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പഞ്ചസാര പാനിയിലിട്ട് വിളയിച്ചെടുക്കാം. പഞ്ചസാര പാനി ഉണ്ടാക്കുന്ന സമയത്ത് ഒരു 2 നുള്ള് ഏലക്കാപ്പൊടി ചേർത്ത് ഒരു നൂൽ പരുവാകുന്നിടം വരെ ഇളക്കി കൊടുക്കുക. ഇപ്പം പാനി നന്നായിട്ട് നൂൽപ്പരുവാകുമ്പോൾ ഇത് ചേർത്ത് ഇളക്കി വിളയിച്ചെടുക്കാം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി വേറൊരു പുതിയ ഐറ്റവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.